തോക്കിങ് തരൂ. ഭയപ്പെടണ്ട, ഈ വീട്ടിൽ മറ്റാരും അറിയില്ല. വിനയൻ, നിങ്ങൾക്കൊരു പാപചിന്തയും വേണ്ട. ഇവൻ ഇങ്ങനെ തന്നെ ചാകണം. ഒരു നല്ല ശവദാഹം പോലും ഇവൻ അർഹിക്കുന്നില്ല. വിനയൻ, മണ്ണോ തീയോ വെള്ളമോ ഏതായാലും ഇരുട്ടത്തെ അടക്കം ചെയ്യാനൊക്കും. ആ ശവം അവരെന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. ആ സംഭവം അവരിന്നും രഹസ്യമായി സൂക്ഷിക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. എല്ലാം മറക്കാൻ ഞാൻ മദ്യത്തിൽ അഭയം തേടി. നിയമത്തിന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയാണ്. അതിന്റെ ശിക്ഷ എത്ര വലുതായാലും ഞാൻ അനുഭവിക്കേണ്ടവളാണ്. എങ്കിലേ എനിക്ക് മനസമാധാനം കിട്ടുള്ളൂ. ഇതുവരെ ശാന്തിയുടെ രക്ഷയെ ഓർത്ത് മാത്രം രാജഗോപാലിന്റെയും വീരന്റെയും ഭീഷണിക്ക് ഞാൻ വഴങ്ങി. ഇനി അതിന്റെ ആവശ്യമില്ല. രാമണി, ശാന്തിയുടെ രോഗം മാറ്റിയെടുത്തത് നീയാണ്. എനിക്കറിയാം, നിന്നെ കൂടാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനതിന് ഒരിക്കലും തടസ്സമാവില്ല രാമണി. ശ്രീദേവി കുഞ്ഞമ്മയെ കൊല ചെയ്തത് നീയല്ലെന്ന് ഞാൻ അവളെ ബോധ്യപ്പെടുത്തും. അതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. തെളിവുകൾ? അതെ, ശ്രീദേവി കുഞ്ഞമ്മയെ കൊല ചെയ്തത് അവളുടെ ഭർത്താവാണ്. അയാൾ പോലീസിൽ കീഴടങ്ങി കുറ്റം സമ്മതിച്ചു. ആ വാർത്ത പത്രത്തിലുണ്ടായിരുന്നു. ഞാനത് ഒളിച്ചു വെച്ചു. നീ എന്നെ വിട്ട് പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാനങ്ങനെ ചെയ്തുപോയി. എല്ലാം തുറന്നു പറയാനാണ് എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടത്. കുറ്റമേറ്റ് പറയാൻ അവളെ അനുവദിച്ചുകൂടാ. എങ്ങനെയെങ്കിലും അത് തടയണം. അതിന് വീരയിൽ എന്തിനു ഭയപ്പെടുന്നു? കൊല ചെയ്തത് അവളല്ലേ? സത്യം വെളിപ്പെട്ടാൽ ശിക്ഷ അനുഭവിക്കുന്ന അവൾ തനിച്ചാവില്ല. ശവമടക്കം ചെയ്തതും തെളിവ് നശിപ്പിച്ച് നമ്മളല്ലേ? എനിക്കത് പങ്കില്ല. അതിന്റെ ഉത്തരവാദി വീരയ്യനാണ്. എന്താ, വീരയ്യനല്ലേ അത് ചെയ്തത്? അപ്പോൾ നീ ഞങ്ങൾ രണ്ടുപേരെയും തോൽപ്പിക്കരുതല്ലേ? വീരയ്യൻ എന്നെ തെറ്റിദ്ധരിച്ചു. സ്വയം രക്ഷപ്പെടാൻ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പറയാം. തെളിവുകളും എനിക്ക് അനുകൂലമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നെ വിശ്വസിക്കൂ. ഇല്ല, ഇവൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് കരുതണ്ട. സത്യം എന്താണെന്ന് ഞാൻ കണ്ടെത്താം. നിൽക്കൂ, എന്നെ തടയരുത്. ഒന്നുകളയില്ല. ഇല്ലെങ്കിൽ സത്യം പറ. ഞങ്ങൾ തന്നയച്ചിരുന്ന മരുന്ന് നീ ശാന്തി കൊടുത്തിരുന്നോ? എന്തുകൊണ്ട്? എന്റെ അമ്മ സമ്മതിച്ചില്ല. ആ ഡോക്ടർ ഇവിടെ വന്നിരുന്നത് അവളുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനാണെന്നും അയാൾ കുത്തിവെച്ചിരുന്ന വിഷമല്ലെന്ന് നിനക്ക് അറിയാമായിരുന്നില്ലേ? ഈ അടുത്ത ദിവസമാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല? പേടിച്ചിട്ട്. പൊട്ടനും വേലയനും പൊട്ടനും വേലയും എവിടെ? എന്ത് പറ്റി?
വെക്കുവടി. ശാന്തി, ഇവിടെ വാ. വാ, ഇവിടെ വരാൻ. അങ്ങരുത്. ഇങ്ങോട്ട് വരരുത്. മോളെ, രാമുണ്ണി, എന്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അമ്മേ.